സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെയും മറ്റും പാസ്വേഡുകൾ മറന്നുപോകുന്നത് ഇന്ന് സാധാരണമാണ്. എന്നാൽ 250 കോടി രൂപയോളം വിലമതിക്കുന്ന ബിറ്റ്കോയിൻ ശേഖരത്തിന്റെ പാസ്വേഡ് മറന്നുപോയാലോ? ഭാഗ്യവശാൽ അങ്ങനെയൊരു ദുരന്തം സംഭവിച്ചപ്പോൾ ഹാക്കർമാർ ഇടപെട്ട് നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചുപിടിക്കാൻ സഹായിച്ചു. ഹാക്കർമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് പണം തട്ടുന്ന ക്രിമിനലുകളുടെ ചിത്രമാണ്. എന്നാൽ ഓൺലൈനിൽ കിങ്പിൻ എന്നറിയപ്പെടുന്ന ജോ ഗ്രാൻഡ് പോലുള്ള ഹാക്കർമാർ നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം വീണ്ടെടുക്കാനും സഹായിക്കാറുണ്ട്. ഈ സംഭവത്തിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിക്ക് 11 വർഷത്തോളമായി തന്റെ ബിറ്റ്കോയിൻ ശേഖരം ആക്സസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ ഉപയോഗിച്ച റോബോഫോം എന്ന പാസ്വേഡ് ജനറേറ്റർ നൽകിയ സങ്കീർണമായ പാസ്വേഡ് അയാൾ മറന്നുപോയിരുന്നു. തന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെട്ട് പാസ്വേഡ് കണ്ടെത്തി ക്രിപ്റ്റോ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും അയാൾക്ക് ഉണ്ടായിരുന്നു. 2022 ഗ്രാൻഡ് സമാനമായ സാഹചര്യത്തിൽ $20 ലക്ഷം വിലമതിക്കുന്ന ക്രിപ്റ്റോ വീണ്ടെടുക്കാൻ സഹായിച്ചിരുന്നു. പിന്നീട് നിരവധി പേർ സമാനമായ അഭ്യർത്ഥനകളുമായി ഗ്രാൻഡിനെ സമീപിച്ചെങ്കിലും ഈ 250 കോടി രൂപ ബിറ്റ്കോയിൻ ഉടമയുടെ അഭ്യർത്ഥന മാത്രമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഈ സംഭവം ഓർമ്മപ്പെടുത്തുന്നത് ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുകയും അവ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമാണ്. കൂടാതെ ക്രിപ്റ്റോ പോലുള്ള മൂല്യവത്തായ ഡിജിറ്റൽ സ്വത്തുക്കൾക്ക് ബാക്കപ്പ് പ്ലാനുകൾ ഉണ്ടാക്കുന്നതും നല്ലതാണ്. ഭാഗ്യവശാൽ ഈ വ്യക്തിക്ക് തന്റെ സമ്പത്ത് തിരിച്ചുപിടിക്കാൻ ഹാക്കർമാരുടെ സഹായം ലഭിച്ചു. എന്നാൽ എല്ലാവർക്കും ഇത്ര ഭാഗ്യം ലഭിക്കില്ല എന്ന കാര്യം ഓർക്കുക. ഈ സംഭവം ഹാക്കർമാരെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റാൻ സഹായിക്കും. എല്ലാ ഹാക്കർമാരും ക്രിമിനലുകളല്ല, ചിലർ നല്ല കാര്യങ്ങൾക്കായി തങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു എന്നും ഇത് തെളിവാണ്. മുൻഭാഗത്തിൽ നമ്മൾ കണ്ടെത്തിയത് 250 കോടി രൂപയോളം വിലമതിക്കുന്ന ബിറ്റ്കോയിൻ ശേഖരത്തിന്റെ പാസ്വേഡ് മറന്നുപോയ ഒരു ദുരന്ത സംഭവത്തെക്കുറിച്ചാണ്. ഭാഗ്യവശാൽ ഹാക്കർമാർ ഇടപെട്ട് നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചുപിടിക്കാൻ സഹായിച്ചു. ഈ ഭാഗത്തിൽ ഹാക്കർ ജോ ഗ്രാൻഡ് ഈ അസാധ്യമായ പാസ്വേഡ് വീണ്ടെടുക്കൽ എങ്ങനെ നടത്തിയെന്ന് നമുക്ക് നോക്കാം. പാസ്വേഡ് വീണ്ടെടുക്കൽ ഒരു അസാധ്യമായ ദൗത്യം. ബിറ്റ്കോയിൻ വാലറ്റ് ഉടമ പാസ്വേഡ് കോപ്പി ചെയ്ത് ഉപയോഗിച്ച ശേഷം ഫയൽ എൻക്രിപ്റ്റ് ചെയ്തതാണ് പ്രശ്നം സങ്കീർണമാക്കിയത്. 2013 പാസ്വേഡ് മറന്നപ്പോൾ ഏതാനും $1000 മാത്രമായിരുന്നു ബിറ്റ്കോയിൻ മൂല്യം. 2022 ആയപ്പോഴേക്കും അത് 20,000 മടങ്ങ് വർദ്ധിച്ചു. എങ്ങനെയാണ് ഗ്രാൻഡ് ഈ സാഹചര്യത്തിൽ വിജയിച്ചത്? 1. US സുരക്ഷാ ഏജൻസിയുടെ ടൂൾ. പാസ്വേഡ് ജനറേറ്റർമാരുടെ കോഡുകൾ തിരിച്ചുപിടിക്കാൻ US ദേശീയ സുരക്ഷാ ഏജൻസി ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഗ്രാൻഡ് ഉപയോഗിച്ചു. റോബോഫോം പാസ്വേഡുകൾ യാതൊരു ക്രമവുമില്ലാതെയാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ ഗ്രാൻഡ് ഒരു ക്രമം കണ്ടെത്തി. 2. സമയം നിയന്ത്രിക്കാനുള്ള കഴിവ്. സോഫ്റ്റ്വെയറിന്റെ പഴയ വെർഷനുകളിൽ സമയം നിയന്ത്രിക്കാനായാൽ പാസ്വേഡുകളും നിയന്ത്രിക്കാനാകുമെന്ന് ഗ്രാൻഡ് കണ്ടെത്തി. 3. സമയത്തിലേക്ക് തിരിച്ചുപോകൽ. ഏതു സമയത്താണ് റോബോഫോമിൽ നിന്ന് പാസ്വേഡ് ജനറേറ്റ് ചെയ്തെന്ന് ഗ്രാൻഡ് നിർണയിച്ചു. 4. പാസ്വേഡ് കണ്ടെത്തൽ. ആ സമയത്ത് സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള പാസ്വേഡുകൾ ഗ്രാൻഡ് കണ്ടെത്തി. വിജയം. ഈ പാസ്വേഡ് ഉപയോഗിച്ച് ഗ്രാൻഡിന് ബിറ്റ്കോയിൻ വാലറ്റ് തുറക്കാനും 250 കോടി രൂപ തിരിച്ചുപിടിക്കാനും സാധിച്ചു. ഭാഗ്യം ഒരു ഘടകം. ഗ്രാൻഡ് ഓർമ്മിപ്പിക്കുന്നത് ഭാഗ്യവും ഈ വിജയത്തിൽ ഒരു പങ്ക് വഹിച്ചു എന്നാണ്.